പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, സാറേ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒരു റിസൾട്ടും ഇല്ല, എൻ്റെ സമയം മുഴുവൻ വെറുതെ പോവാണ്, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല, ഇതെല്ലാം കൂടെ ചെയ്യാൻ എനിക്ക് സമയം തികയുന്നില്ല. ഇങ്ങനെ ഒരുപാട് പരാതികളുള്ള മനുഷ്യരുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ സമയമില്ലാത്തതാണോ പ്രശ്നം? ഇവിടെ നമുക്ക് മടിയുള്ളതാണോ പ്രശ്നം? മടി പോലും പലപ്പോഴും ഒരു സിംറ്റമാണ്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം? നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, നമുക്കൊരു ഡയറക്ഷൻ ഇല്ല എന്നുള്ളതല്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ 24 മണിക്കൂറാണുള്ളത്. 24 മണിക്കൂറിനെ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ വിജയിക്കുന്നില്ല. 24 മണിക്കൂറിനെ എങ്ങനെ നമ്മൾ ചെലവഴിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ ജീവിത വിജയം തീരുമാനിക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ആൾക്കാരെ തന്നെ നോക്കാം. ചില ആൾക്കാർ വളരെ അതിരാവിലെ എഴുന്നേൽക്കുന്നു. അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അവർ തലേ ദിവസം തന്നെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വളരെ ആവേശത്തോടെ വളരെ ഉത്സാഹത്തോടെ രാവിലെ എഴുന്നേൽക്കുന്നവരാണ്. ചില ആൾക്കാർ അതിരാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. ചില ആൾക്കാർക്ക് എഴുന്നേൽക്കാനേ സാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലോകത്ത് വിജയിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ സമയമില്ലാത്തവരല്ല, എല്ലാവർക്കും ഒരുപോലെ സമയമുണ്ട്. മടിയുടെ ഒരു പ്രധാന കാരണവും നമുക്കൊരു ഡയറക്ഷൻ ഇല്ലാത്തതാണ്. 24 മണിക്കൂർ നമുക്കുണ്ടെങ്കിലും നമ്മൾ 24 മണിക്കൂറും പ്രവർത്തിച്ചത് കൊണ്ടും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് നമുക്ക് 24 മണിക്കൂറിൽ എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ, കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, കൃത്യമായൊരു പർപ്പസ് ഉണ്ടെങ്കിൽ, കൃത്യമായൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ സമയമില്ലാത്തതല്ല, അല്ലെങ്കിൽ മടി എന്ന് പറയുന്നത് തന്നെ ഒരു ലക്ഷണമാണ്. അതിൻ്റെ കാരണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളതിൻ്റെ കാരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പലപ്പോഴും നമുക്കറിയില്ല. നമ്മുടെ പലരുടെയും ജീവിതത്തിലെ ഒരു വിഷയമാണ്. പല പേരൻസും എന്നെ വിളിക്കാറുണ്ട്, മോന് ഭയങ്കര മടിയാണ്, മോനൊന്നിനും സമയം കിട്ടുന്നില്ല. നമ്മൾ ജീവിതത്തിലൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് സമയം കിട്ടാഞ്ഞതുകൊണ്ടല്ല, നമുക്ക് കിട്ടിയ സമയത്തെ നമുക്ക് പ്രോപ്പറായിട്ട് ചിലവഴിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായൊരു ഡയറക്ഷൻ വേണം. ഈ ഡയറക്ഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? 2 തരത്തിൽ നമുക്ക് ഡയറക്ഷൻ കണ്ടെത്താം. ഒന്ന്, നമ്മളെ തന്നെ സെൽഫ് അനലൈസ് ചെയ്ത് നിരന്തരമായി നമ്മൾ പ്രവർത്തിക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്യണം. നമ്മളെ ഡിസ്കവർ ചെയ്യാനായിട്ട് നമ്മൾ വളരെയധികം ആത്മാർത്ഥമായൊരു ശ്രമം നടത്തണം. വളരെ സിൻസിയറായിരിക്കണം ആ ശ്രമം. പല ആൾക്കാരുടെയും ജീവിതത്തിൽ അവർ എടുത്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ തന്നെ അവർക്ക് ചേരുന്നതല്ല. എന്തെങ്കിലും ഫാൻസി ആയിട്ടുള്ള ഒരു ലക്ഷ്യം എടുക്കുക, വളരെ പോപ്പുലറായിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യം എടുക്കുക, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ടൊരു ലക്ഷ്യം എടുക്കുക. ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഒരു ഉന്മേഷമോ ഒരു ആവേശമോ ഒന്നും ലഭിക്കത്തില്ല. കാരണം അത് അവരുടെ ഒരു ഇൻറ്റേർണൽ ലോക്കസുമായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ഫീലിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അതിനൊരു ഇൻറ്റിമസി ഇല്ല, അതിനൊരു ഫീലിംഗ് ഇല്ല. നമ്മളെ ശരിക്കും പാഷനേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മളെ ശരിക്കും ഒരു എനർജൈസ് ചെയ്യുന്നത് എന്താണ്? നമ്മളെ ശരിക്കും ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല. ആ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടിയാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു എക്സ്ട്രാ എനർജിയുണ്ട്. അത് അവിടെ ഒരു സിനർജിയുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. പലപ്പോഴും അങ്ങനെ നമുക്കൊരു ഡയറക്ഷൻ സ്വന്തമായി നേടിയെടുക്കണമെങ്കിൽ വളരെ സിൻസിയറായിട്ട് തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. നമുക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ളത് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഒരിക്കലും ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസേഴ്സിനുള്ള ഒരു ട്രെയിനിങ്ങിനായിട്ട് എറണാകുളത്ത് പോയിട്ട് അവരെനിക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനൊരു കാർ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഒരു ഊബറാണ്. അപ്പോൾ ഞാനത് കാറിൽ വരുമ്പോൾ ആ വണ്ടി ഓടിച്ചിരുന്ന ആളെ ഞാനൊന്ന് പരിചയപ്പെടുകയാണ്. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. ഒരു 28 വയസ്സുള്ളൊരു പയ്യനാണ്. ഈസ് എ ബിടെക് ഗ്രാജുവേറ്റ്. പുള്ളി ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിൽ 2 വർഷം ജോലി ചെയ്തു. ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ട് പുള്ളി എറണാകുളത്ത് വന്ന് കാർ ഓടിക്കുകയാണ്. പുള്ളി എന്നോട് പറഞ്ഞു, ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ട് മാത്രമാണ് സാറിനെ പിക്ക് ചെയ്യാനായിട്ട് വന്നത്. സാധാരണ ഞാൻ ഇതുപോലുള്ള ഓട്ടോ അല്ല പോകുന്നത്. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ വിദേശത്തു നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകളെ പലപ്പോഴും ഇങ്ങനെ നാടൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗൈഡായിട്ടും ഡ്രൈവറായിട്ടും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, ഞാൻ അങ്ങനെ ഒരു കമ്പനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് കുറച്ച് ടൈം കിട്ടിയതുകൊണ്ട് സാറിൻ്റെ ഒരു കോളിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു ആ കമ്പനിക്ക് വേണ്ടി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അയാൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുക, ധാരാളം സ്ഥലങ്ങളിൽ പോവുക. ഈ സ്ഥലങ്ങളിൽ പുള്ളി കൊണ്ടുപോകുന്നതെല്ലാം പുതിയ ആൾക്കാരെയാണ്, അവരെയൊക്കെ പരിചയപ്പെടുക. ഇതിലൊക്കെ വലിയ സന്തോഷവും വലിയൊരു ആവേശവും ഉള്ള ഒരു വ്യക്തിയാണ് പുള്ളി.
അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചതൊരു ചെറിയ ജോലിയായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ചെറിയ ജോലി എന്ന് എനിക്കൊരിക്കലും ഇത് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷം അനുഭവിക്കുന്നത് ഈ ഒരു ജോലിയിലാണ്. ഞാനിതിലൂടെ ഒരുപാട് ലേൺ ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫ്യൂച്ചറിലെ ബിസിനസ്സുകളെല്ലാം അതിനുവേണ്ട എലിമെൻറ്റ്സ് എല്ലാം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവേശമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനു വേണ്ടി വലിയൊരു എന്തൂസിയാസവും സ്പിരിറ്റും ഉണ്ട്. അദ്ദേഹത്തിന് രാവിലെ എഴുന്നേൽക്കാൻ ആരും വിളിക്കേണ്ട, ഒരു അലാം വെക്കേണ്ട, അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു എഫേർട്ട് ഇടണ്ട. നമ്മളറിയാതെ തന്നെ 5 മണിയാകുമ്പോൾ ഉണർന്നു പോവുകയാണ്. നമ്മൾ നോക്കിയാൽ മതി, ലോകത്തിൽ ഒരുമാതിരി വിജയിച്ചിട്ടുള്ളവരെല്ലാം അതിരാവിലെ എഴുന്നേൽക്കുന്നു. അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ആക്ഷനിലേക്ക് വരികയാണ്. വെറുതെ ആക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് വലിയ ഒരു ഡിസൈഡിങ് ഫാക്ടർ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡയറക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ സിൻസിയറായിട്ട് നമ്മളെ എക്സ്പ്ലോർ ചെയ്താൽ നമ്മളിൽ എന്താ ഉള്ളതെന്ന്, നമ്മളെന്താണ് എന്തൂസിയാസം തരുന്നതെന്നും, എന്താണ് പാഷനേറ്റായിട്ട് നമ്മളിൽ ഉള്ള കണ്ടൻറ്റെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള നല്ല എക്സ്പേർട്ടുകളുണ്ട്. ഒരു ഗൈഡൻസ് എക്സ്പേർട്ടിനെ കാണാം. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനെയുള്ളൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പലപ്പോഴും ആൾക്കാരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ 3 കാര്യങ്ങളാണ് മനുഷ്യരെ ഗൈഡ് ചെയ്യുന്നത്. 1 വിദ്യാഭ്യാസപരമായ കാര്യത്തിലാണ്, 2 കരിയർ സംബന്ധമായ കാര്യത്തിലാണ്, 3 ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. പലപ്പോഴും ഇത് 3ഉം കണക്റ്റഡുമാണ്. അതുകൊണ്ടാണ് ഇത് 3ഉമായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും മനുഷ്യൻ അറിയില്ല ഞാൻ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഇത് തുടരണോ, നിർത്തണോ, വിട്ടു പോകണോ, വേറെ സ്ഥലത്ത് എത്തണോ, ഒന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മളിങ്ങനെ നമ്മളെ തന്നെ അങ്ങിട്ട് കുഴയ്ക്കുകയാണ്. ചില ആൾക്കാരൊക്കെ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ വളരെ സാഡാണ്. എനിക്കറിയാവുന്നൊരു മനുഷ്യനുണ്ട്, നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പണമൊക്കെ ഉണ്ടാക്കുമ്പോഴും അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാം നെഗറ്റീവ് എനർജിയാണ്. പുള്ളി എവിടെയെല്ലാം പോകുന്നോ അവിടെയെല്ലാം കൂടുതൽ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയാണ്. പുള്ളിയിൽ ഒരു സന്തോഷമില്ലാത്തതിൻ്റെ ലക്ഷണമാണത്. നമ്മൾ തന്നെ ആലോചിക്കും, ഇത്രയൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൽ നിന്ന് എപ്പോഴും ഈ വെറുപ്പും വിദ്വേഷവും കൂട്ടിത്തല്ലിക്കലും ഒക്കെ വരുന്നത് എന്ന് നോക്കുമ്പോൾ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഈസ് നോട്ട് എൻജോയിങ് ഹിസ് ലൈഫ്, ഈസ് മേക്കിംഗ് മണി. അപ്പോൾ ആരോ പറഞ്ഞതായിരിക്കാം, പണം ഉണ്ടാക്കുന്നതാണ് വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അതിനുവേണ്ടി കുറേ പണം ഉണ്ടാക്കും. ഇനി ചില ആൾക്കാർ അവർക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ സാധിക്കുന്നില്ല, എപ്പോഴും നിരാശരായിട്ടിരിക്കുകയാണ്, ഒന്നും ആകാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും എടുക്കേണ്ടതൊരു ഗൈഡൻസാണ്. കാരണം ഒരുപക്ഷേ പണ്ടൊക്കെ പറയും ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയും. നമുക്ക് നല്ലൊരു ചങ്ങാതി ഇല്ലാതെ പോയതുകൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഫെസിലിറ്റി നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കുഴഞ്ഞു മറിഞ്ഞ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഗൈഡൻസൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു കണ്ണാടി പോലെ ക്ലിയറായിട്ട് നമ്മുടെ ലൈഫിനെ കാണാൻ പറ്റും. എവിടെയാണ് എനിക്ക് കറക്ഷൻ വേണ്ടത്? ഒരു ക്ലാരിറ്റിയാണ് നമ്മുടെ ലൈഫിന് വേണ്ടത്. ഒരു ക്ലാരിറ്റി ഇല്ലാതെ നമുക്ക് ഒരിടത്തേക്കും സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്ന് സ്പീഡ് എടുക്കണമെങ്കിൽ, നമുക്കൊന്ന് ഒരു വലിയ പേസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അവിടെ നമുക്കൊരു പർപ്പസ് ക്ലിയർ ആകുന്നു. അവിടെ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുന്നു. പിന്നെ വർക്ക് ചെയ്യാനുള്ളൊരു എന്തൂസിയാസവും എനർജിയും സ്പിരിറ്റും ഒക്കെ കൂടുകയാണ്. അതാണ് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാത്തിടത്തോളം കാലം അത് വെറും കഷ്ടപ്പാട് മാത്രമായിട്ട് അവസാനിക്കും. ഒരുപാട് മാതാപിതാക്കൾ കുട്ടികളോട് പറയാറുണ്ട്, മക്കളെ ഇന്നങ്ങ് കഷ്ടപ്പെട്ട് പഠിച്ചാൽ നാളെ വലിയ നിലയിലെത്താം. നമ്മൾ നോക്കിക്കേ, അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച എത്ര പേർ ഇന്ന് ജീവിതത്തിൽ സന്തോഷിക്കുന്നുണ്ട്, ഇന്ന് ഹാപ്പിയാണ്? പലരുമല്ല. കാരണം കുറേ കഷ്ടപ്പെട്ടു, കുറേ പഠിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? അവർക്ക് ചേരുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയോ, അവരുടെ പേഴ്സണാലിറ്റിക്കും അവരുടെ ഫീലിങ്സിനും അവരുടെ സ്കില്ലിനും അവരുടെ നൈപുണ്യങ്ങൾക്കും അഭിരുചിക്കും ഒന്നും ചേരുന്ന ഒരു കാര്യത്തിലായിരിക്കില്ല അവരെത്തിയത്. അതുകൊണ്ടാണ് അവർക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കാത്തത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ നാട്ടുകാരെന്ത് പറയുന്നു, അല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് പറയുന്നു എന്നൊന്നും നോക്കാതെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് വെറുതെ അങ്ങ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കങ്ങനെ ഇഷ്ടപ്പെട്ടൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ അതിനകത്തൊന്ന് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അതിനെ ഒരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റുമോ? അവിടെയൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എക്സ്പേർട്ടുകളായിട്ടുള്ള, ഓതൻറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഗൈഡൻസൊക്കെ നമ്മളെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വെറുതെ ഇങ്ങനെ വാണ്ടർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയുള്ളൊരു നല്ല ഗൈഡൻസ് എടുക്കുന്നതാണ്. ഒരു ഗൈഡൻസ് ഒരു ജീവിതത്തിൽ വളരെ നമ്മളെ ജീവിതത്തിൽ സഹായിക്കും. ഒരുപാട് കപ്പിൾസ് ഉണ്ട്, അവർ ലൈഫിലൊട്ട് സന്തോഷം അനുഭവിക്കുന്നില്ല. കണ്ടിന്യൂ ചെയ്ത് പോകണോ, നിർത്തിയിട്ട് പോകണോ, ഇതിനെപ്പറ്റി ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. പല ആൾക്കാരുടെയും പ്രശ്നമാണ്, ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല.
പല ആൾക്കാരുടെയും പ്രശ്നമാണ്, അവരുടെ പ്രശ്നം എന്താണെന്ന് സോൾവ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. ഫിലിപ്പ് കോട്ട്ലർ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലീഡർഷിപ്പ് ഈസ് നത്തിങ് ബട്ട് സൊല്യൂഷൻസ്. നമുക്ക് നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ കഴിയണം, അതിന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം. ഇതിനൊക്കെ പലപ്പോഴും നമുക്ക് ധൈര്യമില്ലാതെ വരുമ്പോൾ അതിന് നമ്മളെ വഴികാട്ടുന്ന ഒരു കാര്യമാണ് നല്ലൊരു ഗൈഡൻസ്, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പേർട്ടൈസ്, നല്ലൊരു ഓതൻറ്റിക് പേഴ്സൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യത്തിലൊന്നും മടി കാണിക്കേണ്ട കാര്യമില്ല, അതിനൊരു കുറച്ചിലുമില്ല. പല ആൾക്കാർക്കും ഭയങ്കര ഈഗോയാണ്, മറ്റുള്ളവരുടെ ഒരു അഡ്വൈസൊക്കെ എടുത്താൽ എന്തോ കുറച്ചിലാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെല്ലാം നോക്കി, അവർക്ക് നല്ലൊരു ഗൈഡ് എപ്പോഴും ഉണ്ട്. അവർക്ക് എല്ലാ ഫീൽഡിലും അവർ എക്സ്പേർട്ടുകളെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാ ഫീൽഡിലും അവർക്ക് ഗുരുക്കന്മാരുണ്ട്, അവർക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ട പ്രൊഫഷണൽസാണ്. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ആവശ്യമെന്ന് കണ്ടാൽ നമ്മളൊരു ഗൈഡൻസ് എടുക്കാനൊന്നും മടിക്കാതിരിക്കുക. ഇത് മടിയല്ല പ്രശ്നം, ഇത് സമയമില്ലാത്തതല്ല പ്രശ്നം, കൃത്യമായ ഡയറക്ഷൻ ഇല്ലാത്തതാണ് പ്രശ്നം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ജീവിതം ആശംസിക്കുന്നു. ഞാൻ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുകയാണ്, 10,000-40,000 പേര് ഇപ്പോൾ ഈ ചാനൽ വ്യൂ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുക. അതാണ് എനിക്ക് വേണ്ടി തരാവുന്ന ഏറ്റവും വലിയ പലരും താങ്ക്സ് പറയാറുണ്ട്. എനിക്ക് വേണ്ട ഒരു താങ്ക്സ് ഇതിലൂടെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലിവിങ്.